ഹലോ ഗൈസ്, ഡോട്ട് ഹിയർ. ഒരു ചായ ഉണ്ടാക്കാം അല്ലെ, ഒരു ടീ നമുക്ക് ചെറുതായിട്ട് ഉണ്ടാക്കാം. വേറൊന്നുമല്ല, നമ്മുടെ ടാറ്റയുടെ ഗോൾഡ് ഇല്ലേ, ദാ ഈ ഐറ്റം വെച്ചിട്ടാണ് നമ്മൾ ടീ ഉണ്ടാക്കാൻ പോകുന്നത്. ആക്ച്വലി ഓൾറെഡി ഞാൻ ഇതുകൊണ്ട് ടീ ഉണ്ടാക്കി കുടിച്ചു, നല്ല അടിപൊളി സാധനമാണ്. എനിക്ക് ഇതിനെ കുറിച്ച് കുറെ കാര്യങ്ങൾ പറയാനുണ്ട്. ഫസ്റ്റ് നമുക്ക് ടീ ഉണ്ടാക്കിയിട്ട് വരാം അല്ലെ. ഇതെന്താണെന്നറിയാമോ? ഇതാണ് നമ്മുടെ ഈ ടാറ്റ ടീ ഇല്ലേ, ടാറ്റ ടീ ഗോൾഡന്റെ നമ്മൾ ഒരു ചെറിയ ടിന്നിന്റെ അകത്തേക്ക് ആക്കിയേക്കുന്ന കേട്ടോ അത്. അപ്പം അതായിരിക്കും കുറച്ചും കൂടെ സൗകര്യം. ഇതിന്റെ അകത്തുനിന്ന് നമുക്ക് ഞാൻ എടുത്തിടാം. നിങ്ങൾക്കത് കാണാൻ കഴിയുന്നുണ്ടോന്ന് എനിക്കറിയത്തില്ല. ഇത് കുറച്ച് ഇലകളും തണ്ടുകളും അങ്ങനെ വലിയ വലിയ ഇലകളൊക്കെ ഇതിൻ്റെ അകത്തുണ്ട് കേട്ടോ. അപ്പം ഇത് നമ്മൾ പിന്നീട് കളയുമ്പോൾ നമ്മൾ സൂക്ഷിക്കണം. നമ്മുടെ വാഷ് ബേസിൻ്റെ അകം ബ്ലോക്ക് ആകാനുള്ള സാധ്യതയുണ്ട്. ഐ എം റിയലി സോറി, ഞാനിവിടെ വലിയൊരു മിസ്റ്റേക്കാണ് കാണിച്ചത്. ഇങ്ങോട്ട് ഇടാനായിരുന്നില്ല ഞാൻ ഉദ്ദേശിച്ചത്. സാരമില്ല, ഇങ്ങനെയൊക്കെ വെട്ടിത്തരങ്ങളൊക്കെ നമുക്കൊരു ഇങ്ങനെയൊക്കെ അല്ലല്ലേ പഠിക്കുന്നത്. ഓക്കെ, എന്തായാലും ഇതിനുള്ളിലേക്ക് ഇടാനായിരുന്നില്ല ഞാൻ ഉദ്ദേശിച്ചത്. നമുക്കിത് വെള്ളത്തിലിട്ട് തിളപ്പിച്ചിട്ട് അത് വേണമായിരുന്നു ഇങ്ങോട്ട് ഒഴിക്കാൻ. ഓക്കെ, എനിവേ നമുക്ക് ഒന്നുകൂടെ നോക്കാം. എന്തായാലും ഇതിൻ്റെ അകത്ത് തന്നെ കിടക്കട്ടെ. ശരിക്കുള്ള ഐറ്റം എന്താണെന്ന് വെച്ചാൽ ഇതാണ് കെറ്റിലിൻ്റെ അകത്തേക്ക് നമ്മൾ ആവശ്യത്തിനുള്ള വെള്ളം ഒഴിക്കും. ഞാൻ എടുത്തിരിക്കുന്ന ഒരു അളവാണ് കേട്ടോ നിങ്ങളീ കാണുന്നത്. നമ്മുടെ ഇപ്പോഴത്തെ പ്രശ്നം എന്ന് വെച്ചാൽ നമ്മൾ ഹോസ്റ്റലിൽ നിൽക്കുന്നുണ്ട്, നമ്മുടെ കയ്യിൽ ആവശ്യത്തിന് പാത്രങ്ങളൊന്നുമില്ല. സോ നമ്മളിപ്പോ പണ്ട് കാലത്തെ ആൾക്കാർ ചെയ്യുന്ന ശ്വാസത്തിനുള്ളിലേക്ക് അരിച്ചൊഴിക്കാൻ പോവാണ് കേട്ടോ. ഇനി നമുക്ക് നമ്മുടെ തിരിച്ച് ഗ്ലാസ്സിലേക്ക് തന്നെ ഒഴിച്ചേക്കാം കേട്ടോ. അങ്ങനെ ഗൈസ്, നമ്മുടെ ചായ റെഡി ആയിട്ടുണ്ട്. നമുക്കിനി ഇതൊന്ന് കുടിച്ചിട്ട് ഞാൻ എൻ്റെ കമന്റ് പറയാം. അപ്പൊ ഗൈസ്, ചായനെ പറ്റി പറയുകയാണെങ്കിൽ അടിപൊളി സാധനമാണ്, എല്ലാവരും വാങ്ങി കുടിച്ചോ. നല്ലൊരു ഐറ്റം ആണ് കേട്ടോ. കടുപ്പൊക്കെ നമുക്ക് നന്നായിട്ട് കിട്ടും. നന്നായിട്ട് ചായ ഉണ്ടാക്കാൻ അറിയുന്നവരാണെങ്കിൽ സംഭവം സെറ്റാണ്. അപ്പോൾ ശരി, നമുക്കിനി അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം. ബൈ.